പുത്തൻപുഴ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ പ്രേക്ഷകരോട് പറഞ്ഞൊരു ഒരു പ്രത്യേക അതിഥി നമ്മളോടൊപ്പം ചേരുന്നുണ്ടെന്ന് മറ്റാരുമല്ല, തിരുവനന്തപുരം നഗരസഭയിലെ നിയുക്ത ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ആണ് നമ്മുടെ അതിഥിയായി ചേരുന്നത്. ആശാനാഥ്, നമസ്തേ. നമസ്തേ. അതിശയിപ്പിക്കുന്ന വിജയമാണ്. എങ്ങനെയാണ് ഈ പുതിയ ഉത്തരവാദിത്വത്തെയും ഈ വിജയത്തെയും നോക്കിക്കാണുന്നത് ആശ? ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. ഒരുപാട് സന്തോഷവും ആത്മാഭിമാനത്തോടും കൂടിയിട്ടാണ് ഈ ഒരു ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ച ഈ ഒരു ഉത്തരവാദിത്തത്തെ കാണുന്നത്. അത് ഭംഗിയായി തന്നെ കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കും. തീർച്ചയായും. ഞാൻ വേറൊരു കഥയായിരുന്നു, ഒരു പോലീസുകാരിയാകാനുള്ള ഒരു ട്രെയിനിങ് ഒക്കെ നടത്തിയിരുന്നു എന്ന്. അതെ, പോലീസ്, എൻ്റെ അച്ഛൻ പോലീസിലായിരുന്നു. അപ്പോൾ എൻ്റെ അനിയനും മിലിറ്ററിയാണ്. അപ്പോൾ എനിക്ക് ഫോഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ CSF SA ആയിട്ടായിരുന്നു ഫസ്റ്റ് സെലക്ഷൻ കിട്ടിയത്. പിന്നീട് പോലീസ് നമ്മുടെ കേരള പോലീസിലും സബ് ഇൻസ്പെക്ടർ ടെസ്റ്റിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം പോകാൻ സാധിച്ചില്ല. അങ്ങനെ ബൈ ഇലക്ഷൻ വന്നു, അങ്ങനെ മത്സരിച്ചതാണ്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആശയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹാട്രിക് വിജയമാണ്. എന്താ പറയുന്നത്, വോട്ടർമാരങ്ങ് ഹൃദയത്തിൽ ഏറ്റി എന്ന് പറയാം. എന്തായിരിക്കും കാരണം? എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്നെ ഞാനാക്കിയത് എൻ്റെ കൂടെ രാപ്പകലില്ലാത്ത പ്രവർത്തിച്ച സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരാണ്. അതുപോലെ തന്നെ എൻ്റെ ഞാൻ എന്നെ ജയിപ്പിച്ച നാട്ടുകാരാണ്. അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അവർ എന്നിൽ വിശ്വാസം അർപ്പിച്ച് വോട്ട് ചെയ്തു. കാരണം ഞാനൊരു ജനപ്രതിയായിട്ട് വന്നാൽ വാർഡിൽ വികസനം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും 3 തവണയും എനിക്ക് വിജയിക്കാനായിട്ട് സാധിച്ചത്. പുതിയ വാർഡായിരുന്നിട്ട് പോലും അവരും എന്നിൽ വിശ്വാസം അർപ്പിച്ച് വോട്ട് ചെയ്തു. അതിനും ഒരുപാട് നന്ദി. 48 വർഷം ചെങ്കോട്ടയായിരുന്ന തലസ്ഥാനമാണ് നിങ്ങൾ അവിടെ താമര വിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ ഒരു പൊളിച്ചെഴുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ പറയാം. അതിനെ എങ്ങനെയാണ് ആശ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം ഒരിക്കലും പലരും പ്രതീക്ഷിച്ച് കാണില്ല തിരുവനന്തപുരം നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ വരുമെന്ന്. പലരും നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു, ഇപ്രാവശ്യം ഞങ്ങൾ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുമെന്ന് പറഞ്ഞപ്പോലും പലരും കളിയാക്കിക്കൊണ്ടാണ്, പല സോഷ്യൽ മീഡിയാസിലുമൊക്കെ തന്നെ കളിയാക്കിക്കൊണ്ട് പോസ്റ്റുകളും ഒക്കെ തന്നെ ഇട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ നമ്മളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. കാരണം ഇത്തവണ തിരുവനന്തപുരം നഗരസഭ ഞങ്ങൾ ഭരിക്കും. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഭാരതീയ ജനതാ പാർട്ടി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ തിരുവനന്തപുരത്തെ ജനത സുരക്ഷിതരായിരിക്കും. തിരുവനന്തപുരത്തെ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഓരോ ജനങ്ങളും വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്രയും മുന്നേറ്റം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചത്. തീർച്ചയായും ആശ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നിങ്ങൾ ഈ പ്രകടന പത്രികയിൽ വികസനം ഉൾപ്പെടെയുള്ള ചില നിർണായക കാഴ്ചപ്പാടുകൾ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അതായത് ഡെപ്യൂട്ടി മേയറായി ചുമതല ഏറ്റതിന് ശേഷം, ആ കസേരയിൽ ഇരുന്നതിന് ശേഷം ആശ നിറവേറ്റാൻ പോകുന്ന ചുമതലകൾ, ആ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും 101 വാർഡിലെ ജനപ്രതിനിധികളും ഒരുപോലെ കണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വാർഡിൽ ഒരുപോലെയുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ തന്നെയായിരിക്കും പ്രഥമ പരിഗണന കൊടുക്കുക. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് തിരുവനന്തപുരം ജനത ആഗ്രഹിക്കുന്നത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുന്ന മാലിന്യവും തെരുവു നായ്ക്കളുടെ വിഷയം, അതുപോലെ തന്നെ വെള്ളക്കെട്ടും ഒക്കെ തന്നെയാണ്. ഇതിനൊക്കെ തന്നെ ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. തീർച്ചയായും. പ്രോഗ്രസ് റിപ്പോർട്ട് അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കും. തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മളെല്ലാവരും സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ വാർഡ് തലത്തിൽ നമുക്ക് ഓരോ വാർഡുകൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഓരോ മാസത്തിലൊക്കെ തന്നെ വിലയിരുത്തണമെന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഓരോ വർഷവും ഓരോ വാർഡ് തലത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. പിന്നെ തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്തതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ തന്നെ ഉണ്ടാവും. തീർച്ചയായും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനൊരു സ്ത്രീയാണ്, ഇപ്പോൾ തലസ്ഥാനത്താണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. അപ്പോൾ പലയിടങ്ങളിലും നമ്മൾ സുരക്ഷിതയല്ല. രാത്രി കാലങ്ങളിലായിക്കോട്ടെ പകലായിക്കോട്ടെ നമ്മൾ അങ്ങനെ സുരക്ഷിതയല്ല. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ താങ്കൾ ഇങ്ങോട്ടേക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് താങ്കൾക്ക് എന്തുറപ്പാണ് നൽകാൻ കഴിയുക? പ്രത്യേകിച്ച് സുരക്ഷയുടെ കാര്യത്തിൽ സ്ത്രീ സൗഹൃദ നഗരമാക്കി തലസ്ഥാനത്തെ എങ്ങനെ ആശ മാറ്റും? എന്നോട് ഇത് പലവരും ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സ്ത്രീ സൗഹൃദ നഗരമായിട്ടും സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് ഏത് സമയവും നടക്കാനും ഒക്കെ രീതിയിലുള്ള ഒരു നഗരമായിട്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി നിന്ന് തന്നെ മാറ്റണം. അതിന് രാഷ്ട്രീയമൊന്നും ഇല്ല. എല്ലാ ജനപ്രതിനിധികളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, കുട്ടികൾക്കായാലും ചെറുപ്പക്കാർക്കായാലും ഒക്കെ തന്നെ നിരവധിയായിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി തന്നെ ശ്രമിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ ആശ പറഞ്ഞല്ലോ, ഞാൻ രാഷ്ട്രീയം ഒന്നും നോക്കാറില്ല, അതായത് ഡെപ്യൂട്ടി മേയർ ആയി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ ഡെപ്യൂട്ടി മേയർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ, രാഷ്ട്രീയം ഒന്നും നോക്കണ്ട, ഒരു സാധാരണക്കാരൻ ആശയുടെ മുൻപിൽ ഒരു ആവശ്യവുമായി വന്നാൽ അതെങ്ങനെയാകും പരിഗണിക്കുക? അർഹമായിട്ടുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി തന്നെ നിൽക്കും. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിലൊന്നും രാഷ്ട്രീയമില്ല. അത് ഇതുവരെ ഞാൻ കാണിച്ചിട്ടുമില്ല, അതിനി കാണിക്കുകയുമില്ല. എല്ലാവർക്കും, കാരണം അർഹരായിട്ടുള്ള എല്ലാ ആളുകൾക്കും അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് തന്നെ മുൻപന്തിയിലുണ്ടാകും.
തീർച്ചയായും നമ്മളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഭരണം കണ്ടതാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ, ചുടുകട്ടയുടെ പേരിൽ പോലും ഇവിടെ ഒരു അഴിമതി നടക്കുന്നു. അപ്പോൾ അഴിമതിരഹിത ഭരണം ആശയിലൂടെ ഉറപ്പ് നൽകാം. ഇതിലൂടെ എന്നല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഭരണസമിതിയിലൂടെ ഒരു അഴിമതിരഹിത ഭരണം ഉണ്ടാകുമെന്ന് യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം. തീർച്ചയായിട്ടും. ആശ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. തലസ്ഥാനത്ത് അലട്ടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ളക്ഷാമം, അതുപോലെ തന്നെ ഈ തെരുവ് വിളക്കിൻ്റെ പ്രശ്നങ്ങൾ. പലയിടത്തും തെരുവ് വിളക്കൊന്നും ഇല്ല ആശ. അതുപോലെ തന്നെ ഈ തെരുവ് നായയുടെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ തെരുവ് നായ കടിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ വണ്ടി ഇടിക്കുക. ആ ഒരു തരത്തിലാണ് റോഡുകളുടെ അവസ്ഥയായാലും. അത്രത്തോളം ഈ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി എടുത്ത കുഴികളിൽ വീണ് എത്ര പേരാണ് മരിച്ചതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ ഇതിന് മുൻപുണ്ടായ ഭരണപക്ഷത്തിൻ്റെ കഴിവുകേടെന്ന് തന്നെ പറയാം ആശ. അപ്പോൾ ആശ അങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ മാലിന്യ നിർമ്മാർജ്ജനം അതൊക്കെ കാര്യക്ഷമമായി നടപ്പിലാക്കണം. നമ്മുടെ ഒരു തലസ്ഥാനമാണ്. അപ്പോൾ ആശ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കും പരിഹാരം കാണുക? ഇതിനൊക്കെ പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഇതിനാവശ്യമായിട്ടുള്ള സത്വര നടപടികൾ എന്തൊക്കെയാണോ അത് ചർച്ച ചെയ്ത് തന്നെയാണ് നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തെരുവ് നായ്ക്കളുടെ വന്ധീകരണത്തിന് വേണ്ടിയിട്ടും അതുപോലെ അവരുടെ ശല്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ പദ്ധതികൾ കൊണ്ടുവരേണ്ടത്, അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് എന്തൊക്കെയാണോ പദ്ധതികൾ കൊണ്ടുവരേണ്ടത്, ഇതൊക്കെ തന്നെ എല്ലാ പേരുമായിട്ട് ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പദ്ധതികൾ തന്നെയായിരിക്കും പ്രാവർത്തികമാക്കുക. ആശയെ സംബന്ധിച്ചിടത്തോളം ആശ ഒരു താഴെ തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തനം തുടങ്ങി. എല്ലാ വിഭാഗം ജനതയും ഒരുപോലെ എന്താ പറയുക, അവരെ പരിഗണിക്കുക, അങ്ങനെ വളർന്നു വന്നൊരു നേതാവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നൊരു ചിത്രം, ബാരിക്കേഡിൻ്റെ മുകളിൽ, അതായത് അത്രയും പോലീസുകാരുടെ ഇടയിൽ ബാരിക്കേഡിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടി പാറിച്ച് നിൽക്കുന്ന താമരയുടെ കൊടി പാറിച്ച് നിൽക്കുന്ന ആശ. അപ്പോൾ ആ പോരാട്ട വീര്യം, അപ്പോൾ എനിക്ക് ഉറപ്പാണിത് പെൺപുലിയാണ്, പെൺസിംഹം തന്നെയാണ് തലസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ആശയെ സംബന്ധിച്ചിടത്തോളം നിരവധി വെല്ലുവിളികളും മറുഭാഗത്തുണ്ട്. കാരണം ഭരണപക്ഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അത് പരിഹരിക്കണം. അതിനിടയിൽ തന്നെ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ചർച്ച ചെയ്തിരുന്ന ഒരു വാർത്തയാണ്, അതായത് 200 കോടി ആവശ്യപ്പെടുന്നു കോർപ്പറേഷനിൽ നിന്നും. അപ്പോൾ അത്തരം വെല്ലുവിളികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ പറയാതെ തന്നെ ആശയ്ക്കറിയാം. അതിനൊക്കെ എങ്ങനെ നേരിടും ആശ? ഈ പോരാട്ട വീര്യം കൊണ്ട് നേരിടും? പോരാട്ട വീര്യം കൊണ്ട് നമുക്കെല്ലാവർക്കും സപ്പോർട്ടുണ്ടല്ലോ. കാരണം നമുക്കറിയാം, ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണം വന്നപ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സൈബർ ബുള്ളിങ്ങും ഒക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട്, പല നെഗറ്റീവ് കമൻസും ഒക്കെ തന്നെ കണ്ടു. പക്ഷേ ഇതൊന്നും കണ്ട് തളരാൻ പാടില്ലല്ലോ. കാരണം നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ പാർട്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിൽ കൊണ്ടുപോവുക. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് കണ്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതൊരു സമരവീര്യം എന്നുള്ളതല്ല, എല്ലാവരെയും. കാരണം നമ്മുടെ മുന്നിൽ വേറെ ഒന്നുമില്ല. നമ്മുടെ അജണ്ട വികസനം തന്നെയാണ്, വികസന അനന്തപുരി തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. 101 വാർഡുകൾ ഒരേപോലെ തന്നെ, ഒരു പാർഷ്വാലിറ്റിയും ഇല്ലാതെ തന്നെ ഫണ്ടുകളായാലും എല്ലാം തന്നെ കൊടുക്കുക, വികസന പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ഒരേപോലെ തന്നെ കൊടുക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതൊരു സമര രീതിയിലേക്ക് അവർ പോകാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് തന്നെയാണ് അതിനൊരു ലക്ഷ്യം. പക്ഷേ ഈ സമരവും ഒക്കെ തന്നെ എനിക്കൊരു ഊർജ്ജമാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം സമരം ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അത് ഇതിലെനിക്കൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രവർത്തന മേഖലയിൽ വരുമ്പോൾ അതൊക്കെ നമുക്കൊരു ഊർജ്ജം. തീർച്ചയായും ആശയോട് ഇത്ര നേരം സംസാരിച്ചതിൽ നിന്നും എനിക്ക് ആശയെ നേരത്തെ അറിയാം, പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ കഴിഞ്ഞപ്പോൾ ആശയുടെ കാഴ്ചപ്പാട്, തലസ്ഥാനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടൊക്കെ വ്യക്തമാണ്. അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ്, ആശയുടെ കുടുംബത്തെ പറ്റി അറിയാനും കൂടി ഒരു താല്പര്യമുണ്ട്. ഒട്ടുമിക്ക പ്രേക്ഷകർക്കും ആശയെപ്പറ്റി അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി. ഹസ്ബൻഡിൻ്റെ പേര് ശിവകുമാർ, വിഴിഞ്ഞത്താണ് വർക്ക് ചെയ്യുന്നത്. 2 മക്കളുണ്ട്, ഒരു മോനും ഒരു മോളും. അദ്വൈത് ശിവ, അദ്വിക ശിവ. പിന്നെ അച്ഛൻ, അമ്മ, എനിക്കൊരു ബ്രദറുണ്ട്, ഫാമിലിയുണ്ട്, അമ്മൂമ്മയുണ്ട്, എല്ലാവരും വീട്ടിലെല്ലാവരുമാണ്. ഒരു കൂട്ടുകുടുംബമാണ്. അതെ, കൂട്ടുകുടുംബമാണ്. അച്ഛൻ പോലീസായത് റിട്ടയർഡായി. നേരത്തെ സൂചിപ്പിച്ച പോലെ അനിയൻ മിലിറ്ററിയാണ്, പാരാമിലിറ്ററിയാണ്. അനിയൻ്റെ വൈഫ് കൂടെയുണ്ട്, അനിഷ. അവർ കരുത്ത് നയിക്കും. തീർച്ചയായിട്ടും അവരെല്ലാവരും എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ അച്ഛനും എൻ്റെ ഹസ്ബൻഡും തന്നെയാണ്. പിന്നെ എൻ്റെ കുട്ടികൾ കുഞ്ഞിലേ മുതൽ എനിക്ക് അവരെ നിർത്തിയിട്ട് എനിക്ക്, അല്ലെങ്കിൽ മാറ്റി നിർത്തിയെന്നല്ല, അവരെ നിർത്തിയിട്ട് എനിക്ക് പൊളിറ്റിക്സിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഇളയ മോൾക്ക് 2.5 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ 4 മാസം പ്രഗ്നൻസി സമയം മൊത്തം ഇതിലുണ്ടായിരുന്നു. എന്നാലും 4 മാസം മുതൽ പൂർണ്ണമായിട്ടും ഏകദേശം രാവിലെ പോയാൽ ചിലപ്പോൾ രാത്രിയേ വരാറുള്ളൂ. അങ്ങനത്തെ ഒരു ഇതിലോട്ടായി. അപ്പോൾ ശീലമായവർക്കൊക്കെ അവരൊക്കെ തന്നെയാണ്. കാരണം അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ എൻ്റെ മക്കളെ നോക്കുന്ന എൻ്റെ അമ്മയും
അച്ഛനും അമ്മൂമ്മയും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും ഒക്കെ തന്നെ എൻ്റെ മക്കൾ അവരൊക്കെ ഈ വിജയത്തിന് ഇന്ധനം പകർന്നവർ തന്നെയാണ്. ഉറപ്പായിട്ടും. ആശ, ഒരു ചോദ്യം കൂടി. അതായത് ഇപ്പോൾ ആശ പറഞ്ഞോളൂ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു സ്ത്രീയാണ്, അപ്പം സ്ത്രീകൾ ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ നേരിടേണ്ട ചില കടമ്പകളുണ്ട്, വെല്ലുവിളികളുണ്ട്. ഇനി വരുന്ന യുവതലമുറയോട്, രാഷ്ട്രീയ ആശ ഒരു യുവ രാഷ്ട്രീയ നേതാവ് തന്നെയാണ് എങ്കിലും അവരോട് പറയാനുള്ള എന്തെങ്കിലും ഒരു ഉപദേശമുണ്ടോ? എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവണം. പലരും പറയും എനിക്ക് പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ പാടില്ല. എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉണ്ടാവണം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവരും അറിയണം. എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടതെന്ന് അറിയണം. അതിന് തീർച്ചയായിട്ടും യുവതലമുറയിൽപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് പേര് ഇതിലേക്ക് വരണം. നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് നന്നായിട്ട് വേണം. തീർച്ചയായും ആശ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ തലസ്ഥാനത്ത് ഒരു സുന്ദരിയായ ഡെപ്യൂട്ടി മേയറെ കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാ വിജയാശംസകളും നേടും. നല്ല അടിപൊളി, അതായത് എല്ലാവർക്കും മാതൃകയാവട്ടെ, ഇതുവരെ ഭരിച്ച എല്ലാവർക്കും മാതൃകയാവട്ടെ. പെൺകരുത്ത് ഇതാണെന്ന് തലസ്ഥാനത്തിന് കാണിച്ചു കൊടുക്കണം ആശ. താങ്ക് യു സോ മച്ച്.